ഞാൻ ആക്ച്വലി അവിടെ നിന്ന് പോരുന്ന സമയത്ത് ഞാൻ ഭയങ്കര സന്തോഷത്തിൽ സർപ്രൈസാണ്, അങ്ങനെയാണ്, ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടു. ആ സർപ്രൈസ് ആക്ച്വലി പലതരത്തിൽ ആൾക്കാർ വ്യാഖ്യാനിച്ചിട്ട് വീഡിയോകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, ഞാൻ സർപ്രൈസിന് ഉദ്ദേശിച്ചത് ജസ്റ്റ് വീട്ടിൽ വന്നതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ ഇട്ട ഒരു വീഡിയോ ആണ്. നമസ്കാരം. രണ്ട് വിഷയമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. എനിക്കൊന്ന്, ഞാൻ ഇതിന് മുന്നേ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുത്തിട്ട് അതിനെക്കുറിച്ചായിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. പക്ഷേ ഇതിപ്പോൾ രണ്ടെണ്ണം എടുക്കാൻ കാരണം വെച്ചാൽ ഒരു ടോപ്പിക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് നേരം പറയാനും ഇല്ല. അപ്പോൾ വിചാരിച്ചതിനും പിന്നെ സമയത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, കുറച്ച് ലേറ്റായി ഈ വീഡിയോ ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും റിയാക്ട് ചെയ്തു രണ്ട് കേസും. ബാലയുടെ കേസ് ആരെങ്കിലും ചെയ്തു എന്നുള്ള അറിയില്ല. ഈ ബാലയുടെ കേസ് ഇപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, എലിസബത്തിന് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അല്ലേ. അത് ആക്ച്വലി ബാല പറഞ്ഞതന്നെ കേട്ടോ. നമ്മൾ തംബ്നെയിലിന് വേണ്ടിയിട്ട് വെറുതെ ഇട്ടതല്ല. ഓക്കെ, വെറുതെ ഒരു ഇൻട്രോയ്ക്ക് വേണ്ടി ഇട്ടല്ല. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല. നമുക്ക് അതിലേക്ക് അടക്കാം. അതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് എലിസബത്തിൻ്റെ വീഡിയോൻ്റെ ക്ലിപ്പ് കേട്ടോ. എലിസബത്ത് ലാസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ, അതായത് എലിസബത്ത് ഭയങ്കര സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇൻട്രോ, ഒരു ഭയങ്കര ഇൻട്രോ കൊടുത്തിട്ടൊരു വീഡിയോ ഇട്ടു. അപ്പോൾ പല ആൾക്കാരും അതിനെ പല കമൻറ്റ് ബോക്സിൽ പല ആൾക്കാരും അതിന് വേറുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചു. പ്ലസ് കുറച്ച് ചാനൽസ് എലിസബത്തിൻ്റെ കല്യാണം നടക്കാൻ പോവാണ് എന്നൊക്കെ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുക കണ്ടു. കൂട്ടത്തിൽ അതിൻ്റെ കൂടെ ഈ ബാല താമസം മാറുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതായത് ബാല ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് പോവുകയാണ്. എവിടേക്കാണ് ചങ്ങാതി പോയി എന്നുള്ളത് മനസ്സിലായില്ല എന്നാണ് തോന്നുന്നത്. എങ്ങോട്ടായാലും ഇയാൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റ് വന്ന ഉടനെയാണ് എലിസബത്തിൻ്റെ ഈ ഒരു വീഡിയോയും കൂടി വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അറിയില്ല കേട്ടോ. ഞാൻ കാര്യം പറയട്ടെ, പല ആൾക്കാരും പറഞ്ഞത് കണക്ട് ചെയ്ത് എലിസബത്ത് തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാനൊന്നും കണക്ട് ചെയ്ത് പറയില്ല, അതിൽ കംപ്ലീറ്റ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ പറയുന്നുണ്ട്. പക്ഷേ എലിസബത്തിൻ്റെ ഭാഗത്തുനിന്ന് പാവമാണ് ആ സ്ത്രീ, ഒരുപാട് അനുഭവിച്ചതാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ എങ്ങനെയാണെങ്കിലും അവർ പല കാര്യങ്ങളും പറയാതെ പറയുന്നുണ്ട്. അവർക്ക് പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെയാണ്. പ്രത്യേകിച്ച് ഈ ചങ്ങാതി ഇവിടുന്ന് പോവുക എന്ന് പറയുമ്പോഴാണ് ഇത് അഹമ്മദാബാദിൽ എവിടെയായിരുന്നു എന്ന് കേട്ടിട്ടില്ല. നമുക്കുള്ള കിട്ടിയ ഇൻഫർമേഷനൊക്കെ പല ആൾക്കാരും പറഞ്ഞു തന്ന പ്രകാരം ഈ സ്ത്രീ പേടിച്ച് അവിടെ പോയി നിന്നതാണ്. ഈ ചങ്ങാതി പേടിച്ചിട്ട് പോയതാണ്, എവിടെയാണെന്ന് പോലും അറിയാത്ത രീതിയിലാണ് അവിടെ പോയി നിന്ന് എന്നും പറയുന്നുണ്ട്. എന്താണെന്നുള്ള അറിയില്ല. കാരണം യഥാർത്ഥ പുറത്തേക്ക് കാണുന്ന ഇദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് കാണുന്ന മുഖമല്ല ഉള്ളിൽ എന്നുള്ള കാര്യം പല ആൾക്കാരോട് നമ്മൾ ഈ രണ്ട് കോൺടാക്റ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ആക്ടർ ബാലയുടെ ലാസ്റ്റ് പോസ്റ്റാണ് 9 മണിക്കൂർ മുന്നേ. ഗോഡ് ഇസ് വിത്ത് അസ്, ഓൺലി ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ, നോ മാറ്റർ വാട്ട് ഇഫ് ഗോഡ് ഡിസൈഡ്സ് ടു ഗീവ് ലൈഫ് ടു എ ഡെഡ് പേഴ്സൺ, ഹി ഓൾസോ നോസ് ടു പ്രൊട്ടക്ട് ഹിം ഇൻ ഓൾ സ്ട്രഗിൾസ്. മരിച്ച ഒരാൾക്ക് ജീവൻ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അറിയാം. നല്ല കാര്യങ്ങൾ മാത്രം വരും. താങ്ക്സ് ടു സാലു ജോർജ്, എക്സ്ട്രാordinary ക്രിയേറ്റർ എന്നും പറഞ്ഞിട്ട്, ഞാൻ കൊച്ചി പോയി എന്നാലും നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഉണ്ടായിരിക്കും, ഞാൻ തിരിച്ചു വരും. ഫിസിക്കലി ആസ് ബിഗ് ബി ബാല ഇൻ 2 months, അയാൾ തിരിച്ചു വരും, 2 മാസം കഴിഞ്ഞ് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട്, വിൽ ഷെയർ ദെൻ ദ സ്ക്രീൻ സ്പേസ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ പുതിയ കായലോരത്ത് എവിടെയോ ബാക്ക് വാട്ടേഴ്സിൻ്റെ സൈഡിലുള്ള അയാളുടെ ഒരു എന്താ പറയുക വില്ലയുടെ ഫോട്ടോ കേട്ടോ. പിന്നെ അതിന് ശേഷം അതിന് മുന്നേ അയാളിപ്പോൾ 2 ദിവസം മുന്നിട്ടതാണ്. എല്ലാവർക്കും നന്ദി, ഞാൻ ചെയ്ത നന്മകൾ ഞാൻ തുടരുക തന്നെ ചെയ്യും. എന്നാൽ കൊച്ചിയിൽ ഞാനിനിയില്ല. ഇത്രയും കാലം ഒരു കുടുംബത്തെ പോലെ നമ്മൾ കൊച്ചിയിലുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് ദൂരത്തേക്ക് ഒന്നും അല്ല. എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച ഇവരോടും പറയാതെ വരുന്നത് എങ്ങനെ? എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പ്രിയരെ, എന്നെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ എൻ്റെ കോകിലയെയും സ്നേഹിക്കണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, മനസ്സുഖമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് ചേക്കേറുന്നു. ആരോടും എനിക്ക് പരിഭവമില്ല. ഈവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് നിങ്ങളുടെ സ്വന്തം ബാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു 2 പോസ്റ്റ് കേട്ടോ. ഇനി ഇതിൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സിലേക്ക് നോക്കുന്ന സമയത്ത് തിരിച്ചു വരാതിരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംഭവങ്ങളുണ്ട്. പോട്ടെ, അയാൾ ഇതൊക്കെ അവസാനിപ്പിച്ച് പോയതാണ്. ലീഗൽ കാര്യങ്ങളൊക്കെ ഇതിന് മുന്നുള്ള എക്സ് വൈഫ് അവരൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കോർട്ടും കാര്യങ്ങളും ഡിസൈഡ് ചെയ്യട്ടെ. ഏതായാലും പൊതുവെ എന്താണോ അവർക്ക് ഫസ്റ്റ് വൈഫിനും ഒരു കുടുംബത്തിനും വേണ്ടത് സമാധാനം, അതിപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നു. പക്ഷേ ആൾക്കാരിപ്പോഴും ചില ആൾക്കാർ നിർത്തിയിട്ടില്ല. അവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം, ഒരു കുടുംബമാകാതെ ഇനി പുറത്തേക്ക് വന്നിരിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ആരൊക്കെ പറഞ്ഞു. ഇതിനടിയിലാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സംഗതി. ഷൈൻ AR എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഐ റെസ്പെക്ട് എലിസബത്ത്, നൈസ് ഗേൾ എന്ന് എഴുതിയതിൻ്റെ അടിയിലാണ് ആക്ടർ ബാല, ഐ ടു റെസ്പെക്ട് ഹെർ. ഓക്കെ, അപ്പോൾ അതിനിടയിൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്തിന് പിന്നെ ആ പാവത്തിന് ഉപേക്ഷിച്ചു? ദാറ്റ്സ് എക്സാക്ട്ലി വൈ യു ഗോട്ട് കർമ്മ ഇൻ വീഡിയോ ഫോർമാറ്റ്. പ്ലീസ് ഫൊഗെറ്റ് യുവർ പാസ്റ്റ് വൈഫ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എലിസബത്ത് സ്വന്തം ഇഷ്ടപ്രകാരം പോയതായിരിക്കും. അവർ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അല്ലേ, വോട്ടെവർ, അത് നമ്മളെ വിഷയമല്ല. എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബാല ഓപ്പൺലി തന്നെ ഐ റെസ്പെക്ട് എലിസബത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻ്റ് ഇട്ടു. അതന്നെ ഒരാൾക്കാർ ഏറ്റുപടുത്തി. അതിൻ്റെ ഒരുപാട് കമൻസ് ഉണ്ട്, അത്യാവശ്യം മോശമായിട്ടുള്ള രീതിയിൽ തരം കമൻസും. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ എലിസബത്തിൻ്റെ ഒരു വീഡിയോ കൂടി വന്ന സ്ഥിതിക്ക്
ആൾക്കാർ ഇതിനെ കംപ്ലീറ്റ് കണക്ട് ചെയ്യാണ്. പ്രത്യേകിച്ച് NPD റിലേറ്റഡ് ആയിട്ടുള്ള എലിസബത്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ നമ്മൾ ചെയ്താണ്, അത്യാവശ്യം റീച്ച് കിട്ടിയ വീഡിയോ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എലിസബത്തിൻ്റെ ഈ NPD റിലേറ്റഡ് സീരീസ് കണ്ടാൽ അറിയാം, അവർ ക്ലിയർ ആയിട്ട് അവരുടെ ജീവിത രീതി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫൊർഗെറ്റ് വാട്ട് എവർ. അപ്പോൾ ഇതാണ് ബാലയുടെ ഇഷ്യൂ. പിന്നെ 2 ടോപ്പിക് ഞാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ് വളരെ ക്വിക്കായിട്ട് പറഞ്ഞു പോകേണ്ട കേസാണ് നയൻതാരയുടെ ഇഷ്യൂ. നയൻതാരയുടെ ഇഷ്യൂ നിങ്ങൾ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോസ് ചെയ്തവർ ന്യൂസിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം എനിക്ക് തോന്നുന്നില്ല, പല ആൾക്കാരും പറഞ്ഞ് കണ്ടില്ല കേട്ടോ, അറിയില്ല, ഞാൻ കണ്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു. പറയാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഈ 3 സെക്കൻഡിൻ്റെ കേസ് പറഞ്ഞില്ല, ധനുഷിനെതിരെ എല്ലാവരും തിരിച്ചിട്ട് 3 സെക്കൻഡിൽ 10 കോടിക്ക് ധനുഷ് കേസ് കൊടുത്തുള്ളത്. ഇത് ബിസിനസ്സാണ്. ഇതൊക്കെ ഒരുവിധം എല്ലാവരും പറഞ്ഞതാണ്. പക്ഷെ എന്നാലും പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബിസിനസ്സാണ്, ചാരിറ്റി പരിപാടികളല്ല. അപ്പോൾ ബിസിനസ്സിൽ കോപ്പിറൈറ്റ് എന്ന ഒറിജിനൽ ക്രിയേറ്ററുടെ എഫേർട്ടിന് കൊടുക്കേണ്ട ഒരു പ്രൈസ് ഉണ്ട്. എഫേർട്ട് ഇൻ ദ സെൻസ് ലൈക്ക് അയാളാണ് ആ ഒരു സമയം, ഇപ്പം നയൻതാര അവർ ആ ഒരു പേഴ്സണൽ സ്പേസിൽ വന്ന് അവർ പ്രേമവും കാര്യങ്ങളൊക്കെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടാകും മുന്നോട്ട് പോയി. അതിന് കിടക്കുന്ന 3 സെക്കൻഡ് ഉപയോഗിച്ചതിന് 10 കോടി ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ ധനുഷിന് എല്ലാവരും കൂടി തെറി പറയുന്ന സിറ്റുവേഷൻ കണ്ടു. ലേഡി സൂപ്പർ സ്റ്റാറാണ്, ഒറ്റയ്ക്ക് വഴിവെട്ടുന്ന സംഭവമൊക്കെ സത്യമായിരിക്കാം. ഷീസ് ഡൂയിങ് ബിസിനസ്. ഇതൊരു ബിസിനസ്സാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു 3 സെക്കൻഡ്. പിന്നെ ഞാൻ ആ ഡോക്യുമെൻ്ററി കണ്ടില്ല, അത്യാവശ്യം ബോറടിയാണെന്നുള്ളതാണ് ഒരുപാട് പേര് റിവ്യൂ തന്നിട്ടുള്ളത്. ചിലർക്ക് കാണേണ്ടവർക്ക് കാണാം. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ഡോക്യുമെൻ്ററിയിൽ 1-2 പേര് വീഡിയോസ് ചെയ്ത് കണ്ടു. 3 സെക്കൻഡ് വീഡിയോ അല്ല അതിലെടുത്തിട്ടുള്ളത്. ആക്ച്വലി 27 സെക്കൻഡ് വീഡിയോ, 27 സെക്കൻഡാണ്. അതായത് ആ നാനും റൗഡിത എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ പോർഷനിൽ 3 സെക്കൻഡ് അല്ല, 27 സെക്കൻഡാണ് അതിലത്തെ ആക്ച്വലി യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ വീഡിയോസ് കണ്ടു. അപ്പോൾ ഇയാൾ കേസ് കൊടുത്തതിന് 10 കോടി കൊടുത്തതിന് ഈസ് ഡെഫിനറ്റ്ലി ഇയാൾ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ വെറുതെ അങ്ങനെ ഒരു കേസിൽ പാടില്ല. ഒന്നത്. രണ്ടാമത്തെ കേസ് എനിക്ക് തോന്നുന്നു ഈ ഒരു സംഗതി കേൾക്കട്ടെ, ഈ നയൻതാരയുടെ ഡോക്യുമെൻ്ററി ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണെന്ന് എത്ര പേര് അറിഞ്ഞിട്ടുണ്ട്? ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, സീരിയസ്. നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മളെ ഫീൽഡിൽ അറിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കാം, കാണുന്നവർ അറിഞ്ഞിട്ടായിരിക്കാം, പക്ഷേ അറിയാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇന്ന് ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ മീഡിയ കംപ്ലീറ്റ് ട്രെൻഡിങ് ആയി വന്നതോടുകൂടി ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയത് ആർക്കാണ്? അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് നയൻതാരയ്ക്കാണ്. കാരണം വെച്ചാൽ നയൻതാരയുടെ ആ ഡോക്യുമെൻ്ററി എന്താണ് അതിൻ്റെ ഉള്ളിലെന്ന് അറിയാൻ. കാരണം വെച്ചാൽ ഒരു പടം അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതി ഇറങ്ങുന്ന ഒരു ബിസിനസ് സംരംഭം വരുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഇതുപോലത്തെ കോൺട്രവേഴ്സി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്കാരത് കാണാനുള്ള പരിപാടി നോക്കും, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സംഗതിയിൽ ഏത് 3 സെക്കൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 3 സെക്കൻഡിൽ കൂടുതൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ, ഇനി ഇതിൽ ധനുഷിനെ കുറിച്ച് വല്ല കാര്യങ്ങളുണ്ടോ? കാരണം ധനുഷുമായിട്ട് ഒരു വില്ലൻ ക്യാരക്ടറായിട്ടാണ് പല ആൾക്കാരും പോർട്രേ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് പിന്തുണയും കാര്യങ്ങളൊക്കെ വന്ന് കണ്ടു. മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ധനുഷിനൊന്നും ഒരു തേങ്ങയല്ല എന്നുള്ള ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം തമിഴ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ധനുഷിനൊരു വസ്തുവല്ല. അപ്പോൾ ഈ ഒരു സംഗതിയിൽ ആൾ പിന്നെ വീണ്ടും നോട്ടീസ് അയച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഇത് സെറ്റിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസ് അയച്ചെന്നൊക്കെ കണ്ടു. വാട്ട് എവർ എന്താണെന്നുണ്ടെങ്കിലും ഒരു കാര്യം ഷുവറാണ്, ഈ ഒരു കോൺട്രവേഴ്സി ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് നയൻതാരനെയാണ്. ഈ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നു, ഇങ്ങനെ ആക്കി വീഡിയോ ഇതാക്കിപ്പെട്ടു, ഗോഡ് ദൈവം ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംഗതി പറഞ്ഞിട്ടുള്ള നയൻതാര ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ലേഡി സൂപ്പർ സ്റ്റാറിന് തന്നെയാണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതിൽ വേറൊരു വിഷയം കൂടി ഉണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഈ നയൻതാര പറഞ്ഞാൽ എന്താ 3 സെക്കൻഡ്, ഒരു 3 സെക്കൻഡല്ലേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ അല്ലേ? ആ ഒരു 3 സെക്കൻഡ് ഞങ്ങളെ സ്വകാര്യ നിമിഷമാണ്, അത് ഇയാൾ ഷൂട്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 സെക്കൻഡ്. ഈ ഫെമിനൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്. അത് ഫെമിനൈൻ FEMINN എന്നുള്ളതാണ്. അത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. ഫെമിനൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്, ഒരു കമ്പനി ഉണ്ട്. ഓക്കെ, ഈ കമ്പനിയുടെ ഫൗണ്ടറാണ് നയൻതാരയും ഹസ്ബൻഡ് വിഘ്നേഷും, പ്ലസ് ഒരു ഡോക്ടറും ഉണ്ട്. ഇവർ 3 പേരും കൂടെയാണ് ഈ പാർട്ടീസാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ ഫൗണ്ടേഴ്സ്. ഇവർ ഈ സാനിറ്ററി നാപ്കിൻ പാഡ് ആണ് അവരുടെ മെയിൻ പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വിഷയം കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്നാലും ഒരു രസകരമായ സംഭവമാണ്. ഇന്ന് കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ്. 3 സെക്കൻഡിന് വേണ്ടി 10 കോടി ചോദിച്ചു, എൻ്റെ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സെൻറ്റിമെൻ്റൽ അപ്രോച്ച് നടത്തിയ ആൾക്കാരെ കയ്യിലെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള മലയാളികളുടെ പഴയ നയൻതാര, ഇന്നത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ഒറ്റയ്ക്ക് വെട്ടി വന്നിട്ടുള്ള നയൻതാര, പണ്ട് ഈ കലിതുള്ളിയ നാട്ടിലുള്ളതുണ്ടല്ലോ, കലിതുള്ളിയ മറ്റേ ഇതില്ലേ എന്താ പറയുക, ആവേശത്തിലൊക്കെ ആ ഒരു അത് പറഞ്ഞാലേ മനസ്സിലാവും, അതല്ല കലിതുള്ളിയ കാളി എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ട് ഇവരുടെ ബ്രാൻഡിൻ്റെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ റീൽസിലൊക്കെ പാട്ട് ഉപയോഗിക്കുന്നില്ല, എന്തൊക്കെ പാട്ടുകൾ റീൽസ് ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നയൻതാര അഭിനയിച്ചിട്ടുള്ള പല കാര്യങ്ങളും പാട്ടുകളൊക്കെ ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി അവരുടെ ബ്രാൻഡിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്, ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ. അതായത് ഇപ്പോൾ ഞാൻ വളരെ വനക്കെട്ടു. അപ്പോൾ ആ ചങ്ങാതിയുടെ അതും എന്താ പറയുക, ഈ മ്യൂസിക് ഡയറക്ടർ, അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള വ്യക്തി, ആൾ ഗൾഫിലവിടെ ജോലി ചെയ്യാണ്. ഇയാളുടെ വോയിസും കാര്യങ്ങളൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ പല ചാനൽസിലോട്ടാണ് ഞാൻ വീണ്ടും പ്ലേ ചെയ്തിട്ട് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇയാളുടെ ഈ ഒരു
ഒരു സംഗതി അയാൾക്കൊരു ക്രെഡിറ്റ് പോലും കൊടുക്കാതെ സ്വന്തം ബിസിനസ് പ്രൊമോഷന് വേണ്ടി നയൻതാര ഉപയോഗിച്ച നയൻതാരയാണ് ഇന്ന് 3 സെക്കൻഡ് ധനുഷ് 10 കോടി ചോദിക്കുന്നത്. അവിടെ ആ ചങ്ങാതി ഒരു പാവം മരിച്ച മനുഷ്യനൊരു നല്ലൊരു ഇത് ചെയ്തിട്ട് അതിനൊരു റെക്കഗ്നീഷൻ അയാൾ നയൻതാരയ്ക്ക് അവർക്ക് മെസ്സേജ് അയച്ചിരുന്നു. എന്നിട്ട് അവർ റെസ്പോണ്ട് ചെയ്യാത്തൊറ്റ കാര്യം കൊണ്ടാണ് ഇയാൾ കോടതിയിൽ നോട്ടീസ് കൊടുത്തിട്ട് ഇത് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കോടതി വിധി വന്നത്. അതായത് നയൻതാരയുടെ അവരുടെ പ്രൊഫൈലിൽ ഇപ്പോഴും ആ ഇത് കിടക്കുന്നുണ്ടായിരുന്നു. അത് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കോടതി നോട്ടീസ് വന്നതിന് ശേഷം പോലും അവർ നീക്കം ചെയ്തിട്ടുണ്ടായില്ല. അതിനെക്കുറിച്ച് ഒരുപാട് ന്യൂസും കാര്യങ്ങളും ഒന്നും ഞാൻ ന്യൂസ് വേണ്ടി ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. അത് പറയുന്നത് വെച്ചാൽ നിങ്ങളിത് അറിഞ്ഞു എന്നുള്ള ഒറ്റ കണ്ടീഷനിലാണ്. അതായത് പണ്ട് പിന്നെ ഇങ്ങനെ ഒരു സംഗതി ചെയ്തിട്ട് ഒരു മനുഷ്യന് പട്ടി വില കൊടുക്കാതെ ചെയ്തിട്ട് അതിന് ശേഷം കോടതി പറഞ്ഞിട്ട് പോയി ചെയ്യാതെ പിന്നീട് നീക്കം ചെയ്തതെന്ന് മനസ്സിലാവുന്നത്. അതൊന്നും ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയാൻ നീക്കം ചെയ്തിട്ട് ഞാൻ നോക്കിയ സമയത്ത് കണ്ടില്ല. ആ വ്യക്തിയാണ് ഇന്ന് 3 സെക്കൻഡിൻ്റെ പേരിൽ ഏകദേശം 30 കോടിക്ക് നെറ്റ്ഫ്ലിക്സിന് ഇത് വിറ്റിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാളും എനിക്ക് തോന്നുന്നില്ല, വളരെ കുറച്ച് ആൾക്കാർ കണ്ടിട്ട് ചിലപ്പോൾ അയ്യോ എന്നൊക്കെ പറഞ്ഞ് പോയിരിക്കാം. ഞാൻ എൻ്റെ ഒരു കേസ് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു ഓട്ടോബയോഗ്രഫിയൊന്നും ബയോഗ്രഫിയോ വട്ടവർ ജീവിതചരിത്രം ഒന്നും കാണേണ്ട ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കങ്ങനെ ശരിയാണ്, ഷീസ് നോട്ട് എ നോർമൽ ലേഡി. ശരിയാണ്, അവരുടെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് പൊങ്ങി വന്ന വ്യക്തിനെയാണ് റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ ഭയങ്കര ഈ ഒരു ഹൈപ്പ് കൊണ്ടാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. പ്രത്യേകിച്ച് ഇത് വിഷമിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഇത് സെക്കൻഡിന് ഇതായാലും എല്ലാവരും കൂടി ധനുഷിൻ്റെ ഒക്കെ നേരെ തിരിഞ്ഞ് ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് നയൻതാരയ്ക്ക് വന്നു. വിച്ച് ഇസ് വെൽ ആൻഡ് ഗുഡ്, നോ പ്രോബ്ലം. പക്ഷേ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, പണ്ട് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അത് തിരിച്ചടിക്കുകയാണ് ഇപ്പോൾ എന്നും പല ആൾക്കാർ പറയുന്നത്. പക്ഷേ അത് തിരിച്ചടിയൊന്നുമല്ല. ഇവർക്ക് 10 കോടിയെങ്കിൽ 25-30 കോടി പ്ലസ് അതിൻ്റെ എക്സ്ട്രാ ഇൻകം പരിപാടിയും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടാൻ പോകുന്നത് അവരുടെ ഈ ഒരു നയൻതാരയുടെ ലൈഫ് സ്റ്റോറി ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു കേസും ജസ്റ്റ് 2 കേസ് മാത്രം വളരെ ക്വിക്കായിട്ട് പറഞ്ഞു പോകണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.